പരീക്ഷ എഴുതി അത് കിട്ടുന്ന ഒരു സമയത്ത് എനിക്ക് 3 അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് സ്കോളർഷിപ്പ് കിട്ടി എനിക്ക് അമേരിക്കയ്ക്ക് പോകാമായിരുന്നു അന്ന്. ഇനി ഇനി അങ്ങ് അങ്ങ് ഇരിങ്ങാലക്കുടയിൽ മത്സരിച്ചു. അങ്ങനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവുമോ? ശബരിമലയിൽ പോലും മോഷണം നടത്തുന്ന ഒരു സർക്കാർ സംവിധാനമാണ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്നത്. ഈ സ്ഥാനമാനങ്ങളുടെ പുറകെ ഓടി നടക്കുന്നവർ, സ്ഥാനമില്ലെങ്കിൽ എനിക്കെന്തോ വലിയൊരു വെപ്രാളം പിടിക്കുന്ന പോലെയുള്ള ആളുകളെ നമ്മൾ പലരും കാണാറുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറി എനിക്ക് ഇത്രയും കാലമായിട്ട് സ്ഥാനം കിട്ടിയില്ല, അതുകൊണ്ട് ഇങ്ങനെ വീണ്ടും വെപ്രാളം പിടിച്ച് നടക്കുന്ന ആളുകൾ ഇനി ഒരു സമൂഹത്തിൽ ഈവൻ ഏതെങ്കിലും ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു സെക്രട്ടറി എങ്കിലും ആയില്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല, ഒരു അമ്പല കമ്മിറ്റിയുടെ ഏതെങ്കിലും ഒരു സെക്രട്ടറി ആയില്ലെങ്കിൽ ശരിയാവില്ല, പള്ളി കമ്മിറ്റിയിൽ ഒരു പള്ളിയുടെ ട്രസ്റ്റിയിൽ ഒരു മെമ്പറെങ്കിലും ആയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ കുറേയധികം ഉണ്ട്. അപ്പം അങ്ങനെയുള്ള അവരുടെ ഒരു വ്യക്തിത്വം. പക്ഷെ അങ്ങനെ അല്ലാത്തവർ ഇവിടെയുണ്ട്. ഇപ്പൊ ശബരിമലയിൽ തന്നെ കമ്മീഷണറായിട്ട് നിയമിച്ചിരുന്ന ആളുകൾ IAS നിന്ന് റിട്ടയർ ചെയ്ത ശേഷവും ഇങ്ങനെ എത്രയോ ആളുകൾ സ്ഥാനങ്ങളുടെ പുറകെ ഓരോരുത്തരുടെ പുറകെ നടന്ന് പിടിച്ച് സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുണ്ട്. അത് 5 വർഷം 10 വർഷം കഴിഞ്ഞാലും ഇങ്ങനെ ഈ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന സ്ഥാനങ്ങൾക്ക് വേണ്ടി പുറകെ നടക്കുന്ന സ്ഥാനമോഹികൾ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ട്. അത് അവരുടെ വ്യക്തിത്വം. അപ്പോൾ അത് നമ്മൾ അവരുടെ വ്യക്തിത്വം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 3.5 പതിറ്റാണ്ടോളം സർവീസിലുണ്ടായിരുന്നു അങ്ങ്. അതിൽ സിംഹഭാഗം എനിക്ക് തോന്നുന്നു യൂണിഫോമിലായിരുന്നില്ല. അപ്പോൾ ഈ സർവീസ് കാലയളവിലേക്ക് തിരിച്ചു പോയാൽ ആ 3.5 പതിറ്റാണ്ട് സംതൃപ്തി നൽകുന്നതാണോ? ഞാൻ സിവിൽ സർവീസിൽ പരീക്ഷ എഴുതി അത് കിട്ടുന്ന ഒരു സമയത്ത് എനിക്ക് 3 അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് സ്കോളർഷിപ്പ് കിട്ടി എനിക്ക് അമേരിക്കയ്ക്ക് പോകാമായിരുന്നു അന്ന്. ഞാൻ എൻ്റെ ആത്മകഥയിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഒരു പ്രൊഫസർ തന്നെ മിഷിഗൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന് ടിക്കറ്റൊക്കെ അയച്ചു തന്ന് അത്രയും കാരണം എൻ്റെ റിസർച്ച് പ്രൊപ്പോസൽ അത്ര താല്പര്യമുള്ളത് കൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ 3 യൂണിവേഴ്സിറ്റി എനിക്ക് സ്കോളർഷിപ്പ് അമേരിക്കയിൽ നിന്ന് കിട്ടിയിരുന്നു. എനിക്ക് അന്ന് അങ്ങോട്ട് പോകാമായിരുന്നു. ഞാനൊരു അമേരിക്കൻ സിറ്റിസണായിട്ട് അവിടെ ജീവിക്കാമായിരുന്നു. ഒരു ലൈൻ ഓഫ് ഒരു ലൈഫ്. രണ്ടാമത് എനിക്കൊരു ജർമ്മൻ കമ്പനിയിൽ ഞാൻ എൻ്റെ PhD റിസർച്ചിൻ്റെ ഭാഗമായിട്ടൊരു ജർമ്മൻ കമ്പനിയുടെ ചില കെമിക്കൽസ് ആയിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മ്യൂട്ടേഷൻ്റെ ഒരു കാര്യം. അപ്പം ആ ജർമ്മൻ കമ്പനി എനിക്ക് അവരുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഒരു ചീഫായിട്ട് അന്ന് MD ആയിട്ട് എനിക്ക് പോസ്റ്റിംഗ് തന്നിരുന്നു. എനിക്ക് സിവിൽ സർവീസിൽ ഒരു 10 വർഷം കിട്ടുന്ന ശമ്പളം അന്ന് 1 വർഷം കൊണ്ട് എനിക്ക് ആ കമ്പനി ജോയിൻ ചെയ്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. ജർമ്മൻ കമ്പനിയാണ്. പിന്നെ അഗ്രികൾച്ചർ റിസർച്ച് സയൻറ്റിസ്റ്റ് S1 ആയിട്ട് അന്ന് എനിക്ക് ഇന്ത്യയിലെ 1ാം റാങ്കായിട്ട് അന്ന് സയൻറ്റിസ്റ്റായിട്ട് അതും ഇന്ത്യയിൽ കിട്ടി. 4ാമത്തെ ആയിരുന്നു ഈ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ സിവിൽ സർവീസ് ഞാൻ തിരഞ്ഞെടുത്തത് കാരണം എൻ്റെ വ്യക്തിത്വത്തെ ഞാൻ മനസ്സിലാക്കിയപ്പോഴത്തേനും ഞാനൊരു അമേരിക്കയിൽ പോയി അവിടെ ഒരു സെക്കൻഡ് റേറ്റ് സിറ്റിസൺ ആയിട്ട് അവിടെ ഞാനൊരു ഒറിജിനൽ അല്ലാതെ, എൻ്റെ ഒറിജിനൽ സ്ഥലം ഇന്ത്യ ആണല്ലോ. ഞാൻ ഇവിടെ തീക്കോയ് ഗ്രാമത്തിൽ ജനിച്ച ഇപ്പോഴും ആ ഗ്രാമീണതയെ ഇഷ്ടപ്പെടുന്ന ആ ഒരു ഗ്രാമത്തിലെ മനുഷ്യരുടെ ഒരു സ്വഭാവ സവിശേഷതകൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാൻ അമേരിക്കയിൽ പോയാൽ ഞാൻ അവിടെ ഒറിജിനൽ ആവില്ല എന്നെനിക്കറിയാം. പിന്നെ ഒരു സയൻറ്റിസ്റ്റ് ആകാം, അത് ഞാൻ റിസർച്ച് ആയിരുന്നല്ലോ. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ ഈ രാഷ്ട്രത്തിന് ആവശ്യം കുറച്ചുകൂടെ കൂടുതൽ പബ്ലിക് സർവീസിൽ ചെയ്ത് ഒരു സയൻറ്റിസ്റ്റ് എപ്പോഴും ഒക്കെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയേക്കാം. പക്ഷേ ഒരു ലാബിൽ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്ത് റിസർച്ച് പേപ്പറുകളൊക്കെ എഴുതി അതിൻ്റെ ഇമ്പാക്റ്റുകൾ ഭയങ്കര വലുതാകാം. നമ്മളിപ്പോൾ MS സ്വാമിനാഥൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അത് അങ്ങനെ ഉള്ളതിനേക്കാളും കൂടുതൽ എനിക്ക് അന്ന് തോന്നിയിരുന്നു കൂടുതൽ നമുക്ക് സമൂഹത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു സിവിൽ സർവീസ് ആണ് എന്ന് തോന്നിയാണ് സിവിൽ സർവീസിലേക്ക് വന്നത്. അപ്പോൾ വന്ന ശേഷം ഇന്ന് ഞാൻ വിലയിരുത്തുമ്പോൾ അത് ഞാനൊരു ഉദാഹരണം പറയാം. ഒരു 3 മാസമോ മറ്റോ ഞാൻ ട്രെയിനിന് ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് കോഴിക്കോട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണെന്ന് തോന്നുന്നു ഞാൻ ചെന്നിറങ്ങിയപ്പോഴത്തേക്കും അവിടെ പ്ലാറ്റ്ഫോമിൽ ഒരു പ്രായം കുറഞ്ഞ ഒരു 35 വയസ്സിന് ഒരു ഭാര്യയും ഭർത്താവും അവിടെ ഞാൻ ഇറങ്ങി ഇപ്പോൾ നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. 2 കുട്ടികളുണ്ട്. ഒരു കുട്ടി തോളത്തേക്കുന്നു, മറ്റേ കുട്ടിയും പെൺകുട്ടി തോളത്ത് ഒരു 3-4 വയസ്സുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പുള്ളി എന്നോട് ഇങ്ങനെ പറയുകയാണ്, സാറ് ഈ കുട്ടികളെ ഒന്ന് അനുഗ്രഹിക്കണം. ഞാൻ വിചാരിച്ചു ഞാനിതിനെ അനുഗ്രഹിക്കുന്ന ഈ കുട്ടികളെ. അപ്പം
പറഞ്ഞു സാർ ഒന്ന് അനുഗ്രഹിക്കണം, അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം, സാർ ട്രെയിനിലുണ്ടെന്ന് ഞങ്ങൾ കണ്ടിരുന്നു, അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവർ ആ ബോഗിയിൽ തന്നെ ആയിരുന്നായിരിക്കും ഉണ്ടായിരുന്നത്. അപ്പം ഞാനിങ്ങനെ തലയെ കൈവച്ച്, കാരണം ഞാനിങ്ങനെ അനുഗ്രഹിക്കാൻ മാത്രം ഒരാളൊന്നും അല്ല ആക്ച്വലി, ഒരു സാധാരണ ഒരു സാധാരണ ഒരു മനുഷ്യൻ. അപ്പോൾ ഞാനത് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ഇന്നിങ്ങനെ പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ, പ്രായം കുറഞ്ഞ 2 മനുഷ്യരാണ് കണ്ണൂർ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ. അപ്പം ഞാൻ അവർ അതായത് മറ്റേ കുട്ടി 2 കുട്ടി, ഒരു കുട്ടിയെ കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ രക്ഷപ്പെടുന്നു, ഇല്ലല്ലോ മറ്റേ കുട്ടിയുടെ. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇതാണ് നേട്ടം, ഇത്രയും കാലം സിവിൽ സർവീസിൽ ജോലി ചെയ്തത് കൊണ്ടുണ്ടായ ഒരു നേട്ടം ഇതാണെന്ന് പറഞ്ഞു. ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കാൻ പറ്റി എന്നുള്ളതാണ് അങ്ങയുടെ സംതൃപ്തി ആയിരിക്കാം. അല്ല, പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങേക്ക് കുറെ കൂടി യൂണിഫോം സർവീസിൽ തന്നെ, യൂണിഫോം ഇട്ടുകൊണ്ടുള്ള സർവീസ് തന്നെ അങ്ങേക്ക് കൂടുതൽ കിട്ടേണ്ടതായിരുന്നു. ഒരുപക്ഷെ അങ്ങ് വളരെ സ്ട്രോങ് ആയിട്ട് ഫേമായിട്ട് നിലപാടുകൾ എടുക്കുമ്പോൾ കുറച്ച് കോംപ്രമൈസ് ഇല്ലാത്ത ആളാണെന്നുള്ള ആശങ്ക കൊണ്ടായിരിക്കും ഒരുപക്ഷെ അതിൽ അങ്ങേക്ക് അങ്ങനെ കിട്ടേണ്ടിയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പോൾ നമ്മൾ സിവിൽ സർവീസിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു രാഷ്ട്ര നിർമ്മാണം തന്നെയാണ് സിവിൽ സർവീസിൻ്റെ ലക്ഷ്യം, അൾട്ടിമേറ്റ് ഉദ്ദേശം രാഷ്ട്ര നിർമ്മാണം തന്നെയാണ്. അപ്പോൾ അതിൽ കുറേയധികം കാര്യങ്ങൾ ചെയ്യണമല്ലോ. അല്ലാതെ യൂണിഫോം ഇട്ടിട്ട് ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു പണി മാത്രം ചെയ്താൽ പോരാ. ക്രൈം ബ്രാഞ്ചിൽ യൂണിഫോം ഇല്ല, ക്രൈം ബ്രാഞ്ചിൽ നന്നായിട്ട് കേസ് അന്വേഷണം നടത്തണ്ടേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്രൈം ബ്രാഞ്ച് യൂണിഫോം ഇല്ല. ഞാൻ ക്രൈം ബ്രാഞ്ചിൽ 4-5 വർഷത്തോളം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ SP ആയിട്ടും DIG ആയിട്ടും ജോലി ചെയ്തിട്ടുണ്ട്, കുറേയധികം കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യൂണിഫോം ഇല്ലാത്ത ജോലിയാണ്. വിജിലൻസ് എന്ന് പറഞ്ഞാൽ അഴിമതി അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ, വിജിലൻസ് യൂണിഫോം ഇല്ല, ഞാനത് ചെയ്തിട്ടുണ്ട്, ADGP ആയിട്ടും ചെയ്തിട്ടുണ്ട്, ഡയറക്ടറായിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ കമാൻഡൻ്റ് ആയിട്ട് ഒക്കെ അത് യൂണിഫോം ഉണ്ട്. പിന്നെ ബാക്കി കുറേയധികം തസ്തികകളിൽ ഞാൻ ജോലി ചെയ്തൊക്കെ വളരെ പ്രധാനപ്പെട്ട ഫയർഫോഴ്സ് എന്ന് പറയുന്നത്, അവിടെ നമ്മൾ സാധാരണ ഫയർഫോഴ്സിലുള്ളവർ യൂണിഫോം ഇടുന്നെങ്കിലും അതിൻ്റെ ഫയർഫോഴ്സിൻ്റെ ഡയറക്ടർ ജനറൽ യൂണിഫോം സാധാരണ ഇടാറില്ല. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് അല്ലേ? ഉറപ്പായും. അതുപോലെ IMGയിൽ, അതായത് കേരളത്തിലുള്ള എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകേണ്ട അപ്പെക്സ് ഓർഗനൈസേഷനാണ് IMG എന്ന് പറയുന്നത്. അപ്പോൾ IMGയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു. പരിശീലനം എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകണ്ടേ? തീർച്ചയായിട്ടും അത് ഒരു ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതൊന്നും യൂണിഫോം ഇല്ലാത്തതാണ്. അപ്പോൾ ഞാൻ ചെയ്ത ജോലികളൊക്കെ രാഷ്ട്ര നിർമ്മാണത്തിന് ആവശ്യമുള്ള ജോലികളാണ്. അത് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്തു. അത് ഞാൻ വളരെയധികം സംതൃപ്തനുമാണ്. അപ്പോൾ അതിന് യൂണിഫോം ഉള്ളത് ഇല്ലാത്തത് എന്നുള്ള ഒരു വ്യത്യാസം എനിക്ക് ഒരിക്കലും അനുഭവപ്പെട്ടിരുന്നില്ല. അപ്പോൾ യൂണിഫോമിൽ അതൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും. ഇനി അങ്ങ് ഇരിങ്ങാലക്കുടയിൽ മത്സരിച്ചു, അങ്ങനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവും, അങ്ങനെയുള്ള സാധ്യതയുണ്ടോ? തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് രാഷ്ട്രീയ പാർട്ടിയെ ജനങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തുന്നത്. അത് നമ്മൾ ക്യാമ്പയിൻ എന്ന് പറയും. ജനങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തുന്ന, നമ്മൾ ഇലക്ഷൻ മാനിഫെസ്റ്റോ ഒക്കെ ഉണ്ടാക്കി ഓരോ പാർട്ടികളും ആ പാർട്ടിയുടെ എന്താണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പരിചയപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് ഈ ഇലക്ഷൻ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇലക്ഷൻ സമയം BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒട്ടാകെ ഒരു ഇലക്ഷൻ എന്നുള്ള ഒരു ചിന്തയും അതിനുള്ള നിയമനിർമ്മാണങ്ങളൊക്കെ നടന്നു കഴിഞ്ഞൊരു സമയമാണ്. അത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ പ്രചരണത്തിൽ ഈ രാഷ്ട്രത്തിനോട് കൂറുള്ള എല്ലാവരും പങ്കെടുക്കണമല്ലോ. അതൊരു പൗരധർമ്മം കൂടെയാണ്, നമ്മൾ പങ്കെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് വോട്ടറായിട്ട് പങ്കെടുക്കണോ അതോ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പങ്കെടുക്കണോ എന്നുള്ളതൊക്കെ ആ സമയം വരുമ്പോൾ ഓരോ പ്രദേശത്തുള്ള ആൾക്കാർ തീരുമാനിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് ഇന്ന സ്ഥാനാർത്ഥിയെ വേണമെന്ന് ഏതെങ്കിലും പ്രദേശത്തുള്ള ആളുകൾ, അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു യഥാർത്ഥത്തിൽ അങ്ങനെയാണ് വരേണ്ടത്. അല്ലാതെ ഡൽഹിയിൽ നിന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ട് ഇവൻ അവിടെ മറ്റവൻ ഇവിടെ എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ അല്ല നോർമലി വരേണ്ടത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ പ്രദേശങ്ങളിലുള്ളവർ ഇനി അതിൽ പങ്കാളിയാകണം, അത് പ്രചരണത്തിനാകാമല്ലോ. അങ്ങ് ഇൻവോൾവ് ചെയ്യുമോ രാഷ്ട്രീയത്തിൽ സജീവമായി? അങ്ങയോട് ആവശ്യപ്പെടുകയാണ്, ഇപ്പോൾ അങ്ങയുടെ ആശയത്തിന് അനുസരിച്ചുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് BJP അങ്ങോട് നിർദ്ദേശിക്കുകയാണെങ്കിൽ, അഭ്യർത്ഥിക്കുകയാണെങ്കിൽ അങ്ങ് സജീവമായി തന്നെ ഇൻവോൾവ് ചെയ്യുമോ എന്നാണ്. നേരത്തെ അങ്ങ് ഉണ്ടായിരുന്നു, ഞാൻ ചോദിക്കുന്നത് കൂടുതൽ എന്തെങ്കിലും സർവീസ് കൊടുക്കണോ, അങ്ങനെ അങ്ങ് ഇൻവോൾവ് ചെയ്യുമോ? രാഷ്ട്ര നിർമ്മാണത്തിന്
പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഒരു ലോ മേക്കിങ് അല്ലെങ്കിൽ പോളിസി മേക്കിങ്, അതും രാഷ്ട്ര നിർമ്മാണത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്, ലോ എൻഫോഴ്സ്മെന്റ് മാത്രമല്ല. അപ്പോൾ ഇത് ഈ കുറേയധികം കാര്യങ്ങൾ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അത് പിന്നീട് അതിനെപ്പറ്റി ബന്ധപ്പെട്ടവർ അതിനെപ്പറ്റി ആവശ്യപ്പെടുകയും തീരുമാനിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്ര നിർമ്മാണത്തിനുള്ള ഏത് അവസരവും നല്ലതായിട്ട് തന്നെ കാണുന്നൊരു വ്യക്തിയാണ്.